നമസ്കാരം. സക്സസ് പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ചെറിയൊരു മോക്ക് ടെസ്റ്റുമായിട്ടാണ്. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആവശ്യത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭം നടത്തിയത് ആരാണ്? ഓപ്ഷൻസ്: അയ്യങ്കാളി, പൊയ്കയിൽ യോഹന്നാൻ, സഹോദരൻ അയ്യപ്പൻ, മന്നത്തു പത്മനാഭൻ. ശരി ഉത്തരം പൊയ്കയിൽ യോഹന്നാനാണ്. അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭം നടത്തിയതാരാണ്? പൊയ്കയിൽ യോഹന്നാൻ. അടുത്ത ക്വസ്റ്റ്യൻ: ഇവയിൽ ഏത് രക്തഗ്രൂപ്പുകളാണ് എ രക്തഗ്രൂപ്പുകാർക്ക് സ്വീകരിക്കുവാൻ കഴിയുന്നത്? 1 എ, 2 ബി, 3 എ ബി, 4 ഒ ഗ്രൂപ്പ്. തന്നിരിക്കുന്നതിൽ എയും ഒയുമാണ് എ രക്തഗ്രൂപ്പുകാർക്ക് സ്വീകരിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ 1ഉം 4ഉം മാത്രമാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ: ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത ജില്ലകൾ ഏതെല്ലാമാണ്? കോഴിക്കോട്, കണ്ണൂർ, കോട്ടയം, മലപ്പുറം. ഇതിൽ കോഴിക്കോടും കോട്ടയവുമാണ് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തത്. അപ്പോൾ ശരിയായ ഓപ്ഷൻ 1ഉം 3ഉം മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ: മഹാത്മാഗാന്ധി ഒരേ ഒരു തവണ മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷ പദവി അലങ്കരിച്ചത്. ഏത് വർഷം, എവിടെ നടന്ന സമ്മേളനത്തിൽ? ഓപ്ഷൻസ്: 1924 ബൽഗാം, 1925 കാൺപൂർ, 1919 അമൃത്സർ, 1920 നാഗ്പൂർ. ശരി ഉത്തരം 1924 ബൽഗാം ആണ്. മഹാത്മാഗാന്ധി ഒരേ ഒരു തവണ മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷ പദവി അലങ്കരിച്ചത്. ഇത് 1924 ബൽഗാമിൽ വെച്ച് നടന്നിട്ടുള്ള സമ്മേളനത്തിലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: സൂചനകളിൽ നിന്നു വന്യജീവി സങ്കേതം തിരിച്ചറിയുക. 1 ആസ്ഥാനം തൂണക്കടവ്, 2 കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം. ഓപ്ഷൻ ഏതൊക്കെയാണ്? പെരിയാറ്, നെയ്യാറ്, പറമ്പിക്കുളം, ശെന്തുരുണി. തന്നിരിക്കുന്നതിൽ പറമ്പിക്കുളമാണ് ശരി ഉത്തരം. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം. അതുപോലെ ഇതിൻ്റെ ആസ്ഥാനം തൂണക്കടവാണ്. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിൽ ആദ്യമായി സേവനാവകാശ നിയമം നടപ്പിലാക്കിയ സർവകലാശാല ഏത്? ഓപ്ഷൻസ്: കണ്ണൂർ സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല, മഹാത്മാഗാന്ധി സർവകലാശാല, കേരള സർവകലാശാല. ശരി ഉത്തരം കേരള സർവകലാശാലയാണ്. കേരളത്തിൽ ആദ്യമായി സേവനാവകാശ നിയമം നടപ്പിലാക്കിയ സർവകലാശാലയാണ് കേരള സർവകലാശാല. അടുത്ത ക്വസ്റ്റ്യൻ: സൂചനകളിൽ നിന്നും നദിയെ കണ്ടെത്തുക. തേജസ്വിനി പുഴ എന്നും അറിയപ്പെടുന്നു. കയ്യൂർ സമരം നടന്നത് ഈ നദിയുടെ തീരത്താണ്. ഓപ്ഷൻസ്: ചന്ദ്രഗിരി പുഴ, കാര്യങ്കോട് പുഴ, വളപട്ടണം പുഴ, മഞ്ചേശ്വരം പുഴ. ശരി ഉത്തരം കാര്യങ്കോട് പുഴയാണ്. കാര്യങ്കോട് പുഴ തേജസ്വിനി പുഴ എന്നും അറിയപ്പെടുന്നു. കയ്യൂർ സമരം നടന്നത് ഈ കാര്യങ്കോട് നദിയുടെ തീരത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ റെയിൽവേ സോണുകളും അവയുടെ ആസ്ഥാനവും നൽകുന്നു. തെറ്റായത് ഏത്? ഓപ്ഷൻ: ഈസ്റ്റേൺ കൊൽക്കത്ത, നോർത്തേൺ ഗുവാഹത്തി, സദേൺ ചെന്നൈ, സെൻട്രൽ മുംബൈ CST. ഇതിൽ തെറ്റായത് നോർത്തേൺ ഗുവാഹത്തി എന്നുള്ളതാണ്. നോർത്തേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം പ്രയാഗ്രാജ് ആണ്. ബാക്കിയുള്ള ഓപ്ഷനും കൂടി നോക്കാം. ഈസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം കൊൽക്കത്തയാണ്. സദേണിൻ്റെ ആസ്ഥാനം ചെന്നൈയാണ്. സെൻട്രൽ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം മുംബൈ CST ആണ്. നോർത്തേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പ്രയാഗ്രാജ്. അടുത്ത ക്വസ്റ്റ്യൻ: ഫ്യൂസ് വയർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? എ വൈദ്യുത സർക്യൂട്ട് ശക്തമാക്കാൻ, ബി DCയെ AC ആക്കാൻ, സി അമിത വൈദ്യുതി പ്രവാഹം തടയാൻ, ഡി
AC-യെ DC ആക്കാൻ? ശരി ഉത്തരം അമിത വൈദ്യുതി പ്രവാഹം തടയാൻ. ഫ്യൂസ് വയർ ഉപയോഗിക്കുന്നത് അമിത വൈദ്യുതി പ്രവാഹം തടയാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പൂമ്പാറ്റകൾക്ക് വംശനാശം സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? A. സസ്യങ്ങൾ പുഷ്പിക്കില്ല. B. സസ്യങ്ങൾ ഉണങ്ങിപ്പോകുന്നു. C. സസ്യ വളർച്ച കുറയുന്നു. D. പല സസ്യങ്ങൾക്കും പുതിയ തൈ ഉണ്ടാവില്ല. ശരി ഉത്തരം പല സസ്യങ്ങൾക്കും പുതിയ തൈ ഉണ്ടാവില്ല. പൂമ്പാറ്റകൾക്ക് വംശനാശം സംഭവിച്ചാൽ പല സസ്യങ്ങൾക്കും പുതിയ തൈ ഉണ്ടാവില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, ബോയിൽ നിയമം മർദ്ദം കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. ഓപ്ഷൻ ബി, ചാൾസ് നിയമം താപനില കൂടുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. സി, ബോയിൽ നിയമം മർദ്ദം കൂടുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. ഡി, ചാൾസ് നിയമം താപനില കുറയുകയും വ്യാപ്തം കുറയുകയും ചെയ്യുന്നു. ഇതിൽ ശരി ഉത്തരം ബോയിൽ നിയമം ആണ്. മർദ്ദം കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നുയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നതിന് കാരണം എന്താണ്? ബോയിൽ നിയമമാണ്. മർദ്ദം കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെ? ഓപ്ഷൻ എ, കൊച്ചി മൈസൂർ പട്യാല. ബി, ഹൈദരാബാദ് മൈസൂർ കൊച്ചി. സി, ഹൈദരാബാദ് കശ്മീർ ജുനഗഡ്. ഡി, തിരുവിതാംകൂർ കൊച്ചി ജുനഗഡ്. ശരി ഉത്തരം ഹൈദരാബാദ് കശ്മീർ ജുനഗഡ് ആണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, കശ്മീർ, ജുനഗഡ്. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൽ നിരോധിക്കപ്പെട്ട ആദ്യ പത്രമായ സന്ദിഷ്ടവാദി കണ്ടുകെട്ടിയ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻസ്: ഉത്രം തിരുനാൾ, ആയില്യം തിരുനാൾ, ശ്രീമൂലം തിരുനാൾ, വിശാഖം തിരുനാൾ. ശരി ഉത്തരം ആയില്യം തിരുനാളാണ്. തിരുവിതാംകൂറിൽ നിരോധിക്കപ്പെട്ട ആദ്യ പത്രമായ സന്ദിഷ്ടവാദി കണ്ടുകെട്ടിയ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ആയില്യം തിരുനാൾ. അടുത്ത ക്വസ്റ്റ്യൻ, 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. 1. കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ ആദ്യ സമ്മേളനം 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഇതിൽ തെറ്റായ പ്രസ്താവനകൾ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയൊന്നുമല്ല. നമുക്ക് ശരിയായിട്ടുള്ള 4 പ്രസ്താവനകളും പഠിച്ചു വെക്കാം. കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. എപ്പോൾ? 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ ആദ്യ സമ്മേളനമാണ് 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ ഈ സമ്മേളനത്തിൽ തീരുമാനമെടുത്തിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ഇരുമ്പ് നിക്ഷേപ കേന്ദ്രങ്ങളിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻസ്: കുന്ദ്രേമുഖ് കർണാടക, രത്നഗിരി പശ്ചിമ ബംഗാൾ, സുന്ദർഗഡ് ഒഡീഷ, ബെല്ലാരി കർണാടക. ഇതിൽ തെറ്റായ ജോഡി രത്നഗിരി പശ്ചിമ ബംഗാളാണ്. രത്നഗിരി ഇരുമ്പ് നിക്ഷേപ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നോക്കാം. കുന്ദ്രേമുഖ് കർണാടകയിലാണ്, സുന്ദർഗഡ് ഒഡീഷയിലാണ്, ബെല്ലാരി കർണാടകയിലാണ്. അടുത്ത ചോദ്യം, ബോംബെ നാവിക കലാപത്തിന് തുടക്കം കുറിച്ചത് ഏത് കപ്പലിൽ നിന്നായിരുന്നു? ഓപ്ഷൻസ്:
HMS മലബാർ, HMIS തൽവാർ, HNS വിക്ടോറിയ, HMS ബെറിയോ. ശരി ഉത്തരം HMIS തൽവാർ ആണ്. ബോംബെ നാവിക കലാപത്തിന് തുടക്കം കുറിച്ചത് HMIS തൽവാർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? 1. നേർത്ത സ്വർണ്ണത്തകിട് ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങളിലൂടെ റൂദർഫോർഡ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തി. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. പ്രോട്ടോണും ഇലക്ട്രോണും ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങളാണ്. പ്രോട്ടോണിന്റെ മാസ് ഒരു ഇലക്ട്രോണിന്റെ മാസിന് തുല്യവും വിപരീതവുമാണെന്ന് റൂദർഫോർഡ് തെളിയിച്ചു. ഇതിൽ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3, 4. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസും കൂടി നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, നേർത്ത സ്വർണ്ണത്തകിട് ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങളിലൂടെ റൂദർഫോർഡ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയെന്നാണ്. ആറ്റത്തിൻ്റെ നെഗറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് റൂദർഫോർഡ് അല്ല, ജെ തോംസൺ ആണ്. ജെ തോംസൺ ആണ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത്. അടുത്ത പ്രസ്താവന നോക്കാം. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. അതും തെറ്റാണ്. ജെയിംസ് ചാഡ്വിക് അല്ല, അതും ജെ തോംസൺ തന്നെയാണ്. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ജെ തോംസൺ ആണ്. അടുത്ത പ്രസ്താവന കുറച്ച് സംശയം ഉണ്ടാവും. പ്രോട്ടോണും ഇലക്ട്രോണും ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങളാണ്. ആക്ച്വലി പ്രസ്താവന ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, ശരിയല്ലേ എന്ന് ചോദിച്ചാൽ ശരിയല്ല. കാരണം പ്രോട്ടോണും ഇലക്ട്രോണും മാത്രമല്ല ആറ്റത്തിൻ്റെ കണങ്ങൾ. പ്രോട്ടോണ്, ഇലക്ട്രോണ്, ന്യൂട്രോണ്, ഇത് 3 എണ്ണമാണ് ആറ്റത്തിൻ്റെ കണങ്ങൾ. ഇതെങ്ങനെ ഉത്തരമായ ഓപ്ഷൻ എയിലേക്ക് എത്തുന്നു എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. അടുത്ത പ്രസ്താവന നോക്കാം. പ്രോട്ടോണിൻ്റെ മാസ് ഒരു ഇലക്ട്രോണിൻ്റെ മാസിന് തുല്യവും വിപരീതവുമാണെന്ന് റൂദർഫോർഡ് തെളിയിച്ചു. ഈ പ്രസ്താവന തെറ്റാണ്. പ്രോട്ടോണിൻ്റെ മാസ് ഇലക്ട്രോണിൻ്റെ മാസിന് തുല്യമല്ല, വിപരീതവുമല്ല. സോ ആദ്യത്തെ 1, 2, 4 ഈ പ്രസ്താവനകൾ 3 എണ്ണവും തെറ്റാണെന്നറിയാം. എന്നാൽ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പം മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ് താനും. അങ്ങനെയാണെങ്കിൽ 1, 2, 4 എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവണം. അങ്ങനൊരു ഓപ്ഷൻ നമുക്കില്ല. സോ നമുക്ക് 1, 2, 3, 4 എന്ന ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രോട്ടോണും ഇലക്ട്രോണും അതിൻ്റെ കൂടെ ന്യൂട്രോണും ആറ്റത്തിൻ്റെ കണങ്ങളാണ് എന്ന രീതിയിലായിരിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവുക. മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർ നിരസിച്ച ഝാൻസിയിലെ റാണി ലക്ഷ്മിബായിയുടെ ആവശ്യം. എ. റാണി ലക്ഷ്മിബായിയെ ഝാൻസിയിലെ ഭരണാധികാരിയാക്കണം. ബി. റാണി ലക്ഷ്മിബായിയുടെ ദത്തുപുത്രനെ ഝാൻസിയുടെ ഭരണാധികാരിയാക്കണം. സി. വാജിദ് അലി ഷായെ ഭരണാധികാരിയാക്കണം. ഡി. ഇവയൊന്നുമല്ല. ശരി ഉത്തരം ബി ആണ്. റാണി ലക്ഷ്മിബായിയുടെ ദത്തുപുത്രനെ ഝാൻസിയുടെ ഭരണാധികാരിയാക്കണം. റാണി ലക്ഷ്മിബായിയുടെ ദത്തുപുത്രനെ ഝാൻസിയുടെ ഭരണാധികാരിയാക്കണം എന്ന ആവശ്യമായിരുന്നു ബ്രിട്ടീഷുകാർ നിരസിച്ചിരുന്നത്. എന്തുകൊണ്ടാണ്? അന്ന് ദത്താവകാശ നിരോധന നിയമം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ നിയമം അനുസരിച്ച് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രഭാവത്തിന് കീഴിലായിരുന്ന ഒരു സാമന്ത രാജ്യത്തിലെ ഭരണാധികാരി അയോഗ്യനാണെന്ന് തെളിയുകയാണെങ്കിലോ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവിക പിന്തുടർച്ചക്കാർ, അതായത് സ്വന്തം മക്കൾ ഇല്ലെങ്കിലോ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ലയിക്കണം എന്നതായിരുന്നു വ്യവസ്ഥ. അതുമാത്രമല്ല, ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് ദീർഘകാലമായി ഉണ്ടായിരുന്ന ദത്താവകാശത്തെ ഇല്ലായ്മ ചെയ്തു. കൂടാതെ ഭരണാധികാരികൾക്ക് യോഗ്യതയുണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഇത് അനീതി ആയതുകൊണ്ടാണ് ഇവർക്കെതിരെ ഝാൻസി റാണിയൊക്കെ പോരാടിയിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ 1-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായതേതാണ്? എ. ഹാരോൾഡ് ഡോമർ വളർച്ചാ മാതൃകയാണ് പദ്ധതിക്കാധാരം. ബി. കാർഷിക മേഖലാ വികസനം ലക്ഷ്യമിട്ടതിനാൽ കാർഷിക പദ്ധതി എന്നും അറിയപ്പെടുന്നു. സി. സാമൂഹിക വികസന പദ്ധതികൾക്ക് രാജ്യത്ത് തുടക്കം കുറിച്ചത് ഈ പദ്ധതിക്കാലത്താണ്. ഡി. റൂർക്കേല, ഭിലായി, ദുർഗാപൂർ ഉരുക്ക് നിർമ്മാണശാലകൾ തുടങ്ങിയത് ഈ പദ്ധതിക്കാലത്താണ്.
ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. റൂർക്കേല, ഫിലായി, ദുർഗാപൂർ ഉരുക്കു നിർമ്മാണശാലകൾ തുടങ്ങിയത് ഈ പദ്ധതി കാലത്താണ് എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ പഠിച്ചു വെക്കാം. ഹരോഡ് ഡോമർ വളർച്ചാ മാതൃകയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ആധാരം. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖല വികസനം ലക്ഷ്യമിട്ടതിനാൽ കാർഷിക പദ്ധതി എന്നും അറിയപ്പെടുന്നു. സാമൂഹിക വികസന പദ്ധതികൾക്ക് രാജ്യത്ത് തുടക്കം കുറിച്ചത് ഈ ഒരു പദ്ധതി കാലത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ പ്രസ്താവന ഏത്? എ. ചേര രാജാക്കന്മാരുടേതായി കേരളത്തിൽ നിന്ന് കിട്ടിയ ആദ്യ ശാസനമാണ് വാഴപ്പള്ളി ശാസനം. കേരളത്തിലെ ദേവദാസികളെ കുറിച്ച് ആദ്യമായി പരാമർശിച്ച ശാസനം ചോക്കൂർ ശാസനമാണ്. കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനം തരിസാപ്പള്ളി ശാസനമാണ്. കുലശേഖര രാജാവായ ഭാസ്കര രവിവർമ്മനാണ് ജൂതശാസനം പുറപ്പെടുവിച്ചത്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനം തരിസാപ്പള്ളി ശാസനമാണെന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അങ്ങനെയെങ്കിൽ കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനം ഏതാണെന്ന് അറിയാവുന്നവർ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് നോക്കാം. ചേര രാജാക്കന്മാരുടേതായി കേരളത്തിൽ നിന്ന് കിട്ടിയ ആദ്യ ശാസനമാണ് വാഴപ്പള്ളി ശാസനം. കേരളത്തിലെ ദേവദാസികളെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ച ശാസനമാണ് ചോക്കൂർ ശാസനം. കുലശേഖര രാജാവായ ഭാസ്കര രവിവർമ്മനാണ് ജൂതശാസനം പുറപ്പെടുവിച്ചത്.